അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അർച്ചന സാക്ഷ്യപത്രം രുക്കുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ഇത് നീ എന്തായാലും ഒപ്പിട്ട് തരണം. കാരണം എൻ്റെ അനിയൻ മുകുന്ദനെ എനിക്ക് എന്തായാലും കേസിൽ നിന്നും രക്ഷപ്പെടുത്തണം. അവനൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ആ മുക്കുപണ്ടം പണയം വെച്ചത്. അതിന് നീയാണ് ഏക ദൃക്സാക്ഷി. നിൻ്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ടാണ് ആ മുക്കുപണ്ടം കൊണ്ടുപോയി വെച്ചത്. അത് കാരണം നീ എനിക്കിതിൽ ഒപ്പിട്ട് തന്നിട്ട് നീ ഏതായാലും അവനെ ഇത് കാരണം മാത്രമേ എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. രുക്കു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പം കാരണം എന്താ പറഞ്ഞാൽ ചന്ദ്രയോടൊന്നും ചോദിച്ചിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ പെട്ട് കിടക്കുകയാണ് രുക്കു മടിച്ചിട്ട് എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയും. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്തായാലും മുകുന്ദനെ രക്ഷിച്ചേ തീരുള്ളൂ, അതുകൊണ്ട് നീ ഇത് ഒപ്പിട്ട് തരണം എന്ന് പറയണം കേട്ടോ. അതേസമയം രുക്കുവിന് ഒപ്പിട്ട് കൊടുക്കുകയാണ്. രുക്കുവിന് അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നീട് ചന്ദ്ര വിളിക്കുകയാണ്, ആ മുക്കുപണ്ടം അവിടെ ഉണ്ടെങ്കിൽ അത് നീ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോൾ അതില്ലല്ലോ. അവിടെ മുഴുവനും തിരഞ്ഞിട്ടും അതുപോലെ അർച്ചനയോട് ചോദിച്ചിട്ടും അത് കിട്ടിയില്ല. പിന്നീട് അർച്ചന കോടതിയിലേക്ക് പോകുമ്പോൾ ദീപ്തിയോടും അവരോടും ഇങ്ങനെ ചോദിക്കുകയാണ്. ദീപ്തി ചോദിക്കുന്നുണ്ട്, മേഡം എങ്ങനെയെങ്കിലും നമുക്ക് അനിയനെ മുകുന്ദനെ രക്ഷിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. കള്ളത്തരമാണല്ലോ ചെയ്തിരിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവനെ എന്തായാലും രക്ഷിച്ചേ നമുക്ക് മതിയാകുള്ളൂ. കാരണം അതിനൊരു ദൃക്സാക്ഷിയുണ്ട്, ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷിയുണ്ട്, അത് രുക്കുവാണ്. രുക്കുവിൻ്റെ ഇത് ഞാൻ സാക്ഷിപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുകുന്ദനെ നമുക്ക് ഈസി ആയിട്ട് രക്ഷിച്ചെടുക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ചന്ദ്രൻ്റെ അവിടേക്ക് രുക്കു വരികയാണ്. രുക്കു വന്നതും തന്നെ കടന്ന കാര്യങ്ങളെല്ലാം പറയണം. സാക്ഷിപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നിങ്ങനെ പറയണം. ഓഹോ, അവൾ എൻ്റെ മുൻപിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ്, നിന്നെ വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത്. ഏതായാലും ശരി, അവളുടെ ഈ കളി ഞാൻ മാറ്റിക്കൊടുക്കുക. ഏതായാലും രുക്കു ഒപ്പിട്ട് കൊടുത്തത് ചന്ദ്രയ്ക്ക് തീരെ പറ്റിയിട്ടില്ല. ചന്ദ്ര രുക്കുവിനെ വെച്ചിട്ട് കളിക്കുകയാണെന്നാണ് അതുപോലെ തന്നെ വിജയശങ്കറോടും വിളിച്ച് പറയണം കേട്ടോ. അതേസമയം അർച്ചന രണ്ടും കൽപ്പിച്ചതാണ്, എങ്ങനെയും മുകുന്ദനെ രക്ഷിക്കണം. വിജയശങ്കറെ എന്തായാലും ഒരു അടി പതറാനുള്ള അവസരവും ഒരുക്കി കൊടുക്കുന്നുണ്ട്.